രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നയിച്ച കത്തിൽ ബി.ജെ.പിയുടെ സീല് പതിച്ചത് വിവാദമായപ്പോൾ അതൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞൊഴിഞ്ഞ മുൻ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു രത്തൻ യു കേൽക്കർ. മൂപ്പരെ സ്വന്തം ചീഫ് സെക്രട്ടറിയായി നിയമിക്കുകയാണ് സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം ചെയ്ത പണി. പിന്നീട് നമ്മൾ കണ്ടത് പ്രധാന പദവികളിലെല്ലാം സംഘികളെ തിരികെ കയറ്റാൻ പടാപ്പാട് പെടുന്ന സതീഷിനെയാണ്. യൂണിവേഴ്സിറ്റികളുടെ കാര്യം പിന്നെ പറയണ്ട. സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോലും ഗാന്ധിഘാതകരുടെ പിന്മുറക്കാർ പിടിമുറുക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. ശബരിമല കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായ വക്കീലിനെ ദേവസ്വം ബോർഡിന്റെ വക്കീലായി നിയമിച്ച് സതീശൻ നമ്മളെ വല്ലാണ്ട് വിസ്മയിപ്പിച്ചു. എന്നാൽ വിവാദമായതോടെ നിയമനം പിൻവലിച്ചെങ്കിലും ആ കസേരയിൽ ഇരുന്ന സമയം കൊണ്ട് തന്നെ പ്രതികൾക്ക് ആവശ്യമുള്ളതെല്ലാം എടുക്കാൻ മൂപ്പർക്ക് അവസരമുണ്ടായിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത്. സർക്കാർ വിവിധ പ്ലീഡർമാരെ നിയമിക്കുമ്പോൾ RSSകാരെ നോക്കി നിയമിക്കുന്നതിനെതിരെ കോൺഗ്രസിന്റെ സർവീസ് സംഘടനകൾ അടക്കം രംഗത്ത് വന്നിട്ടും സതീശൻ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടില. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായി സതീശനും KM ഷാജിയും കൂടി നിയമിച്ചത് ആരെയാ? N ശേഷാദ്രിനാഥ്. മൂപ്പര് സംഘപരിവാറുകാരനാണെന്നും അയാളെ ആ പോസ്റ്റിൽ നിയമിച്ചാൽ മണ്ഡല പുനർനിർണയത്തിൽ BJPക്ക് അനുകൂലമായി നിലപാടെടുക്കുമെന്നും ആയതിനാൽ ആ സ്ഥാനത്ത് മൂപ്പരെ നിയമിക്കരുതെന്നും ആവശ്യപ്പെട്ടത് വേറെ ആരുമല്ല, സതീശന്റെ സ്വന്തം പാർട്ടിയുടെ KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി സതീഷിനെ കാണാൻ നിയാസിന് സമയം അനുവദിക്കാതിരുന്ന സതീശൻ പക്ഷേ ഹിന്ദു ഐക്യവേദി നേതാക്കളായ വർഗീയ വിഷം തുപ്പുന്ന RV ബാബു, ശശികല എന്നിവരെ കാണാൻ സമയം അനുവദിക്കുകയും ചെയ്തു. നോക്കണം, സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പോലും വർഗീയത പറഞ്ഞ RV ബാബുവിനെതിരെ കേസ് നിലനിൽക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച എന്ന് ഓർക്കണം. സ്വന്തം പാർട്ടി നേതാവിനെ കാണാൻ അനുവദിക്കാത്ത സതീഷിന് ഹിന്ദു തീവ്രവാദികളെ കാണാനും കേൾക്കാനും പരാതി സ്വീകരിക്കാനും പിന്നെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാനും സമയമുണ്ട്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മതേതര വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കാൻ ഒരു ഉളുപ്പമില്ലാതെ പച്ച നുണകളും സത്യവിരുദ്ധമായ കാര്യങ്ങളും ഛർദ്ദിച്ച ഒരാൾ ഇന്ന് അല്പം പോലും സങ്കോചമില്ലാതെ അതെല്ലാം വാരിത്തു നിന്ന തിരക്കിലാണ്. എന്നിട്ടും പൂക്കിച്ചിരിയിൽ കോൾമയർ കൊള്ളുന്നുണ്ട് ചില മലവാണങ്ങൾ. എന്ത് ചെയ്യാൻ, ആരോട് പറയാൻ? ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ സതീഷിന്റെ സംരക്ഷണം സ്വയം ഏറ്റെടുത്ത സ്മൃതി പരുത്തിക്കാടിനെ മുന്നിലിരുത്തി ആന്റോ അഗസ്റ്റിൻ സതീഷിന്റെ മലക്കം മറിച്ചിലിനെ എടുത്തിട്ടലക്കിയത്. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഞങ്ങൾ RSSനെതിരെ ശക്തമായി പോരാടും. ഈ വർഗീയതയ്ക്കെതിരെ ഒരു ബൈല ഉണ്ടാക്കിയ ആളാണ് VD സതീശൻ അല്ലേ? വർഗീയത കേരളത്തിൽ എങ്ങനെ പ്രവർത്തിക്കരുത്, ആരെ പൊന്നാടി ഇരിക്കണം, ആരെ പൊന്നാടി ഇണീക്കരുത്, ഇവിടെ വർഗീയതയ്ക്കെതിരെ പറയും, അവിടെ പോയി ഷാൾ എണീക്കും ചെയ്ത് പരിപാടി നടപ്പിലാക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങൾ പറഞ്ഞതല്ലേ? വീരവാദം പറഞ്ഞ VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? എന്തൊക്കെയാണോ പിണറായി വിജയനെതിരെ പറഞ്ഞ ആരോപണം എല്ലാം VD സതീശനെതിരെ വരുന്നില്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇപ്പോൾ അവിടെ പൊന്നാടി ഇടരുത്, ഇവിടെ അവിടെ വർഗീയതയ്ക്ക് സംസാരിക്കുകയും ഇവിടെ വർഗീയ പാർട്ടികളെ പൊന്നാടി ഇടിക്കുകയും ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവിടെ പോയിട്ട് എന്താണ് RSSനെ ഹിന്ദു ഐക്യവേദിനെയും പൊന്നാടി ഇടിക്കുന്ന സംവിധാനമാണ് നമ്മൾ കണ്ടുകൊടുക്കുന്നത്. ഇല്ല, വേണ്ട. അവിടെ പിന്നെ BJPയുടെ വൈസ് പ്രസിഡന്റ് NDAന്റെ നേതാവ് വീട്ടിൽ പോയി പൊന്നാടി ഇട്ട് കൊടുത്തില്ലേ? അത് ലാവിഷായിട്ട് സ്വീകരിക്കുകയും ചെയ്തില്ലോ? വല്ല ബുദ്ധിമുട്ട് പറഞ്ഞോ? ഒരു ബുദ്ധിമുട്ട് പറഞ്ഞില്ലല്ലോ. അപ്പം ഇതെന്താണ്? ഇത് ഓരോ പോസ്റ്റിലിരിക്കുമ്പോൾ സമയം ആ ബുദ്ധിമുട്ട്, പക്ഷേ ജനങ്ങൾക്ക് ആ സമയത്ത് ഓർമ്മിക്കുള്ളൂ എന്നുള്ളതാണ്. ഓർക്കുള്ളൂ. അപ്പം നിങ്ങൾ ആ സമയത്ത് എന്താണ്, പിണറായി വിജയനാണ് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായിട്ടുള്ള, അല്ലെങ്കിൽ വെള്ളപ്പള്ളി നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി NDAന്റെ കൺവീനർ വഴി പൊന്നാടി ഇടിച്ച എന്താണെന്ന് പറയുക? എന്താണ് പറയുക? കേരളത്തിൽ പ്രതിപക്ഷം എല്ലാം കൂടി, അന്നത്തെ പ്രതിപക്ഷം എല്ലാം കൂടി ഇന്നെന്തേ അത് പറയാൻ പറ്റാത്തത്? PM ശ്രീയെ ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തേ നടപടി സ്വീകരിക്കാൻ പറ്റുന്നത്? അറബിക്കടലിൽ അറിയും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നല്ലേ? എന്നിട്ട് എന്തേ അറബിക്കടലിലേക്ക് പോകായിരുന്നത്? അദാനിയാണ് കേന്ദ്രത്തിൽ പിണറായി വിജയന്റെ എന്താണ് ഒക്കച്ചങ്ങായി. അതാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ആളല്ല. ശരി, ഞാൻ പറയട്ടെ, ഒക്കച്ചങ്ങായിയാണ് കേന്ദ്രത്തിൽ പിണറായി വിജയന്റെ ഡീലറാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പം അദാനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. KM ഷാജി എന്താണ് പറഞ്ഞത്? KM ഷാജിന്റെ ഇലക്ഷൻ മന്ത്രിയാവുന്നതിന് മുൻപുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന് ശേഷം പറയുന്നത് എന്താ? അധികാരത്തിൽ ഞങ്ങളിതാ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ കയ്യിലെന്ന് അധികാരികളപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയാണ്. എന്താണ് മുരളീധരൻ പറഞ്ഞത്? മുരളീധരൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാം. ഇപ്പം എൻ്റെ പുറകിൽ കണ്ടേ ബോർഡ് കണ്ടില്ലേ? എനിക്കിപ്പോൾ അതൊന്നും പറയാൻ കഴിയില്ല. ഇതാണ് നിലപാട്. ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണോ പറയുന്നത്? ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം. അതേ നിലപാട് പ്രതിപക്ഷം എടുക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയോ? അങ്ങനെ പറയാൻ പാടില്ല. അതേ നിലപാട് അന്ന് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് എടുത്ത നിലപാട് ഇന്ന് പ്രതിപക്ഷത്തിന് എടുക്കാൻ കഴിയുന്നില്ല. പ്രതിപക്ഷത്തെ നിലപാടെടുക്കാൻ കഴിയാത്ത കാരണം എന്താ? അപ്പം നിങ്ങൾ അവിടെ ഇരുന്നപ്പോൾ അങ്ങനെ ചെയ്തില്ലേ, ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചെയ്തില്ലേ ചോദിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ PM ശ്രീയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന സമയത്ത് പറയാം, നിങ്ങളല്ലേ കൊണ്ടുവന്നത് അല്ലേ? ഇപ്പോൾ ചോദിക്കുന്നതാണ്. അപ്പം ഇന്ന് ഇവിടെ ഇരുന്ന ഇന്നത്തെ പ്രതിപക്ഷത്തിന് PM ശ്രീയെ കുറിച്ച് എന്ത് പറയാൻ പറയില്ലേ? ഈ വിഴിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയത്തില്ലേ? അഭിപ്രായം പറഞ്ഞ കഴിഞ്ഞാൽ എന്താണ്? അത് പറഞ്ഞാൽ ചോദ്യങ്ങൾക്ക് ഇപ്പം മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട കാര്യം സ്മൃതി മാഡം പറഞ്ഞു. ഏതാണ് വർഗീയവാദി എന്നൊരു മാധ്യമപ്രവർത്തകരെ G സുധാകരൻ വിളിക്കുകയാണ്. കേരളത്തിലൊരു MLA ആണ്.
എന്താ കോൺഗ്രസിന്റെ അഭിപ്രായം? വർഗീയവാദി എന്ന് വിളിക്കുകയാണ്, വർഗീയവാദി. ഒരു മാധ്യമ പ്രവർത്തകരെ വിളിക്കുകയാണ്. കമാന്നൊരു അക്ഷരം കോൺഗ്രസ്സുകാർ മിണ്ടുന്നില്ലല്ലോ. പറയുന്നുണ്ടോ? കോൺഗ്രസ്സുകാർ മിണ്ടുന്നില്ല, കമാന്നൊരക്ഷരം വേണ്ട. ഞാൻ അത് വിടും. ഡിവൈഎഫ്ഐക്കും എന്താണ് മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയാണ്. പൊതിച്ചോറ് കൊടുക്കാൻ പാടില്ല, എല്ലാവരും അടിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞത്. എല്ലാവരും അടിച്ച് പുറത്താക്കണം എന്നുള്ളത് ജി സുധാകരൻ കൊണ്ട് കൊടുക്കുമോ വീട്ടിൽ കൂടെ പൊതിച്ചോറ്? ഇന്ന് രാത്രി എനിക്കൊരു അസുഖം വന്ന് നേരെ കയ്യിൽ 5 വയസ്സില്ലാത്ത മനുഷ്യൻ മെഡിക്കൽ കോളേജിൽ വരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പൈസ നിൽക്കുകയാണ്. അതേവർക്കാണ് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുന്നത്. അടിച്ച് പുറത്താക്കണം എന്ന് പറയാണ്. എന്താ അഭിപ്രായം കോൺഗ്രസിന്റെ? എന്താ അഭിപ്രായം കോൺഗ്രസിന്റെ? ഒരു കേരളത്തിലെ MLA ആണ് പറയുന്നത്. ഇതേ വർഗീയവാദി പ്രയോഗം വെള്ളാപ്പള്ളി നടേശൻ നടത്തി. എന്തായിരുന്നു കേരളത്തിലെ ബഹളം? എന്തായിരുന്നു കേരളത്തിലെ ബഹളം? ഒരു മാധ്യമപ്രവർത്തകൻ, നമ്മുടെ മാധ്യമപ്രവർത്തകനാണ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി എന്ന് വിളിച്ചത് അല്ലേ? അത് എന്തായിരുന്നു കേരളത്തിലെ ബഹളം? കേരളത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ശക്തമായി നിർത്തില്ലേ? പിന്നെ കോൺഗ്രസിന്റെ നിലപാട് വിഴിഞ്ഞത്തിൽ എന്താ? നമ്മുടെ വിഷയം അല്ല, വിഷയം അതാണ്. നിങ്ങൾ അത് പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ PM ശ്രീയിൽ കോൺഗ്രസിന്റെ വിഷയം എന്താ? ഇതൊക്കെ നമ്മൾ PM ശ്രീയിൽ എന്താ പിണറായിയുടെ ഒരു മിനിറ്റ്, വേറെ കാര്യം പറയാം. എന്താണ് കേരളയിൽ മഞ്ഞക്കുറ്റിയാണ്, മഞ്ഞക്കുറ്റി തോട്ടിലെറിയെന്ന് പറഞ്ഞ് ഈ ശ്രീധരനെ, അതാണ് വലിയ എന്തോ പിന്നെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഗൗരവം പറഞ്ഞ ഈ ശ്രീധരന്റെ പ്രൊജക്റ്റുമായിട്ടാണ് ഇപ്പൊ പുതിയത് പോകുന്നത്. BJPയുടെ ഒരു അന്തർധാരയില്ല. അദ്ദേഹം BJP മാത്രമല്ലല്ലോ. അതാണ് പറയുന്നത്. അതാണ് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം BJPയും നിങ്ങൾ ഭരണപക്ഷത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം BJP അല്ലാതായി ചെയ്യും. നിങ്ങൾക്ക് PM ശ്രീയിൽ RSSുമായിട്ട് ചങ്ങാത്തം കൂടാൻ പറ്റുമോ? വിഴിഞ്ഞത്ത് RSSുമായി ചങ്ങാത്തോ? ഹൈക്കോടതിയിൽ പീഡനമാരെ കീഴിച്ച RSSുമായി ചങ്ങാത്തം കൂടാൻ പറ്റുമോ? RSSന്റെയും ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരായി ചങ്ങാത്തം കൂടാൻ പറ്റുമോ? ഈ ശ്രീധരനുമായിട്ട് ചങ്ങാത്തം കൂടാൻ പറ്റുമോ എന്നൊക്കെ പറ. വർഗീയ പാർട്ടികൾ എങ്ങനെയാണ് കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നതെന്ന് പറ. അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. എന്താ അറിയോ, പിണറായി വിജയൻ ഏകാധിപതിയാണ് പോലും. ആരാ പറഞ്ഞത്? ആരാ പറയാത്തത്? നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ UDF പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി വിജയൻ ഏകാധിപതിയെ പോലെ പറഞ്ഞത്. ഇപ്പൊ VD സതീശൻ എങ്ങനെ പ്രവർത്തിക്കുന്നത്? മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.